ആ മുഖ്ബിതീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്കുള്ള ഗുണമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വാഴ്ത്തി പറഞ്ഞ, അതാ പുകഴ്ത്തി പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആ ഭാഗ്യവാന്മാരാരെന്നറിയുമോ? അവരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ കലാം തന്നെയാണ് പറയുന്നത്, അല്ലാഹു തന്നെയാണ് അടയാളം പറയുന്നത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്ന ആ ഭാഗ്യവാന്മാരെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞു തരികയാ. അവരുടെ അടയാളം എന്തെന്നറിയുമോ? അവരുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, അവരുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ അല്ലാഹു അവരുടെ നാലടയാളങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും വസ്സാബിരീന അലാ മാ അസ്വാബഹും വൽമുഖീമീന സ്വലാത്ത് വമിമ്മാ റസഖനാഹും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് നാല് അടയാളങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടാകുന്ന നാലടയാളങ്ങളുണ്ടല്ലോ, അവന്റെ നാല് പ്രത്യേകമായ ഗുണങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും പറയുകയാണ്, ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ഈ പറയുന്ന അടയാളങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? നീ ഭാഗ്യവാനാണ്, നീ അല്ലാഹു ഇഷ്ടപ്പെട്ടവനാണ്, അല്ലാഹു വാഴ്ത്തി പറഞ്ഞവനാണ്, അല്ലാഹു ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞവനാണ്, അല്ലാഹു ഖുർആനിലൂടെ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, അല്ലാഹു ഒന്നാമതായി പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, ഒരു മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ അല്ലാഹ് എന്ന് അല്ലാഹുടെ പേര് പറയപ്പെട്ടാൽ, വജിലതു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ പിടപിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ണ് നിറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ടോ എന്ന് പറയുമ്പോ ഒരു പേടി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരുന്നുണ്ടോ? ഈ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്നുള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടയാളം, അവന്റെ മുന്നിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, അവന്റെ ഹൃദയം പിടപിടയ്ക്കും, അവന്റെ കൈകാലുകൾ വിറയ്ക്കും, അവന്റെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു വട്ടമല്ല 1,00,000 പ്രാവശ്യം അല്ലാഹ് എന്ന് പറഞ്ഞ നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയം വിറയ്ക്കുവോ? നമ്മുടെ ആരുടെയെങ്കിലും കൈകാല് വിറയ്ക്കോ? അല്ലാഹ് എന്ന് 1 കോടി പ്രാവശ്യം പറഞ്ഞാലും നമ്മുടെ കണ്ണ് നിറയാറില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹനെ കുറിച്ചുള്ളൊരു ഭയം, ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു പേടി നമുക്കില്ലല്ലോ. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവർ, അതാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളതാർക്കാ? ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമായ
യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിയ അവരുടെ കൈകാലുകൾ വിറയ്ക്കും. പേടിയ നമ്മൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ ആരാ പേടിക്കുക? ആർക്കാണ് ഒരു അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ആ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഭയമുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഭയമില്ല, പേടിയില്ല. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി പറയേണ്ടവരാണെന്നുള്ള ഒരു ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിസ്കാരം മുടക്കുകയില്ല, നമ്മൾ ഈ തോന്നിവാസം കാണിക്കുകയില്ല, കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും പലിശ തിന്നുകയും തോന്നിവാസങ്ങൾ കാണിക്കുകയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അവിടെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയമുണ്ടല്ലോ, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ, ആ ബോധം എന്തേ സഹോദരാ നിനക്കില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി എന്തേ നിനക്കില്ലാതെ പോയത്? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഭയമില്ലല്ലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പലരും പറയാറുണ്ട്, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? 5 നയാ പൈസയുടെ കഷ്ടപ്പാടില്ല, 1 രൂപ പോലും നിങ്ങൾ ചിലവാക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബി കടന്നു വരികയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എന്റെ ജീവിതത്തിൽ എനിക്ക് അധികമായിട്ട് ഈ നന്മകൾ ചെയ്യണം നബിയേ, അതുകൊണ്ട് എനിക്ക് നന്നാകുന്നതിന് വേണ്ടി ഒരു വഴി പറഞ്ഞു തരുമോ? ആരാവെന്ന് ചോദിക്കുന്നത് അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയാ. അബൂദർ ആരെന്നറിയുമോ? കണ്ടുകുടിക്കുന്ന ചെറുപ്പക്കാരനല്ല, വ്യഭിചരിക്കുന്ന ചെറുപ്പക്കാരനല്ല, അല്ലാഹുവിനെ ഭയമില്ലാത്ത ചെറുപ്പക്കാരനല്ല. ആരാണ് അബൂദർ എന്നറിയുമോ? അബൂദറിന്റെ മഹത്വം അറിയണമെങ്കിൽ, അബൂദറിന്റെ മഹത്വം എന്താണെന്നറിയണമെങ്കിൽ, അബൂദർ സാധാരണ ഒരു സ്വഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു മറ്റു സ്വഹാബികളെ പോലെ ഒരു സാധാരണ സ്വഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ അബൂദറിന്റെ സ്ഥാനം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂദർ ഇങ്ങനെ നടന്നു പോകുന്നത്. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പോകുന്നത് അബൂദറല്ലേ നബിയേ? അവിടുന്ന് പേരെടുത്തിട്ട് ചോദിക്കുകയാണ്, പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടെ അത്ഭുതത്തോടെ കൂടെ ചോദിക്കുന്നു, ജിബ്രീലേ, അബൂദർ നിനക്ക് എങ്ങനെ അറിയാം? അബൂദർ നിനക്ക് എങ്ങനെ അറിയാം? അബൂദർ ആരാണ്? ആ പോകുന്നത് അബൂദർ ആണെന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നത്? അബൂദറിനെ നിനക്ക് പരിചയമുണ്ടോ? എങ്ങനെയാ സ്വഹാബി
സ്വഹാബിയെ നിനക്ക് പരിചയമുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അത്ഭുതത്തോടെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ് നബിയേ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ അല്ലാഹുവിന്റെ ആകാശലോകമുണ്ടല്ലോ, ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞു കൊടുക്കും നബിയേ. മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ് ഈ ചെറുപ്പക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ നന്നാകാനൊരു വഴി പറഞ്ഞതാ നബിയേ, എനിക്ക് നന്മകൾ അധികരിപ്പിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടൊരു വഴി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? നന്നാകണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, കണ്ണുകുടി മാറ്റണം ഉസ്താദ്, എന്റെ ദുസ്വഭാവങ്ങൾ മാറ്റണം ഉസ്താദ്, എനിക്ക് നിസ്കരിക്കുന്നവനാകണം ഉസ്താദ്, എനിക്ക് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാകണം. പക്ഷേ കൊണ്ട് കഴിയുന്നില്ല എന്ന് സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, ഒരു എളുപ്പ വഴി പറഞ്ഞു തരാ. ഒരു ഹോസ്പിറ്റലിലും പോകണ്ട, ഒരു ഡോക്ടറെയും കാണണ്ട, ഒരു മരുന്നും കഴിക്കണ്ട, നിനക്ക് നന്നാകാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഇവിടുത്തെ പള്ളിക്കാട്ടിലേക്ക് നിനക്കൊന്ന് കടന്നു പോകാൻ കഴിയുമോ? ഇവിടുത്തെ ഖബർസ്ഥാനുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും മരിച്ചാൽ കൊണ്ടുപോയി ഖബറടക്കുന്ന ഇവിടുത്തെ പള്ളിപ്പറമ്പുണ്ടല്ലോ, ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോകണ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പ്രായം ചെന്ന വാപ്പമാരെ, വയസ്സായിട്ട് പോലും നിനക്ക് നന്നാകാൻ കഴിയുന്നില്ലെങ്കിലോ, മോശമായ സ്വഭാവങ്ങൾ മാറ്റാൻ കഴിയുന്നില്ലെങ്കിലോ, നന്നാകാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? നാളെ പടച്ചവരെ ഒരു 10 മണിയാകുമ്പോ പള്ളിയിൽ ആരുമില്ലാത്ത സമയത്ത്, പള്ളിയിൽ ഇമാം പോലും ഇല്ലാത്ത സമയത്ത്, നാളെ പകലൊരു 10 മണിയാകുമ്പോ നാട്ടിലെ പള്ളിപ്പറമ്പിലേക്ക് നിനക്കൊന്ന് കടന്നു പോകാൻ കഴിയുമോ? ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെന്നാൽ നിന്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകും, നീ നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ എല്ലാ അഹങ്കാരവും മാറുമടാ, നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുകയാണ്. കാരണം അവിടെ കിടക്കുന്നവർ നിന്നെ പോലെ ഈ ദുനിയാവിന്, ഈ നാടിനെ വിറപ്പിച്ച പലരും അവിടെ കിടപ്പുണ്ട്. അവിടെ പ്രായമുള്ളവരുണ്ട്, പ്രായമില്ലാത്തവരുണ്ട്, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് പേരവിടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടോ. അവന്റെ മുകളിൽ നട്ടിവെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികൾ പോലും നിന്നെ ഉപദേശിക്കുകയാണ്, നന്നാകാനുള്ള ഒരു എളുപ്പവഴി പള്ളിപ്പറമ്പിൽ പോകലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖബറങ്കാട്ടിൽ പോയിട്ട് ആരാ നന്നാകാത്തത്? അതുകൊണ്ടാണ് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞു തന്നത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ.
ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണം ചെറുപ്പക്കാരാ. ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ഖബറെന്ന് പറയുന്നത് കേട്ടാലേ നിന്റെ ഹൃദയം വിറയ്ക്കണം ചെറുപ്പക്കാരാ. പേടിക്കണമടാ ചെറുപ്പക്കാരാ. എന്റെ ഉപ്പമാരെ ഖബർ കണ്ടാ കരയടേ, ഖബർ കണ്ടാ കരയടേ. കാരണം അത് കളിക്കണ്ട സ്ഥലമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും ഇങ്ങനെ നടന്നു വരുമ്പോ കുറെ സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇങ്ങനെ കുറെ സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബ കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നല്ലോ, അവിടെ എന്താണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ കൂടെ വന്നവർ പറയുന്നു, നബിയേ ഖബർ കുഴിക്കുകയാണ് നബിയേ, മയ്യത്തടക്കുന്നതിന് വേണ്ടി ഖബർ കുഴിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ സ്വഹാബത്ത് ഖബർ കുഴിക്കുകയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അതാ റസൂലുള്ളാഹി ഓടുകയാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് പ്രവാചകൻ അവിടെ ഓടുകയാണ്. എല്ലാവരും ഖബറിന്റെ ചാരത്ത് ചെല്ലുന്നതിന് മുമ്പേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ എത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടി വരുന്നത് കാണുമ്പോ ഖബർ കുഴിച്ചുകൊണ്ടിരുന്ന സ്വഹാബികൾ അവിടെ മാറുകയാണ്. റസൂലുള്ളാഹിയല്ലേ കടന്നു വരുന്നത്, എല്ലാവരും അവിടെ മാറി നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ പുറത്ത് അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്, അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഒരു വാക്ക് പോലും റസൂലൊന്നും മിണ്ടുന്നില്ല. സ്വഹാബികൾ മുഴുവനും ചുറ്റുഭാഗത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ മുത്തുനബിയുടെ ചാരത്ത് നിൽക്കുമ്പോ ഒരുപാട് സമയം ആ ഖബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിന്റെ എതിരെ തിരിയുകയാണ്. എന്നിട്ട് തന്റെ കൂടെ നിൽക്കുന്നവരോട് ചോദിച്ചത് എന്തെന്നറിയുമോ? സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. നിരന്നിരിക്കുന്നവരോട് പറയുകയാ, സഹോദരാ, പള്ളിപ്പറമ്പില് ഇവിടത്തെ ഖബർസ്ഥാനിൽ എവിടെയെങ്കിലും ഒരു ഖബർ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ ചാരത്തൊന്ന് പോകുവോ? ധൈര്യമുണ്ടോ പൊന്നുമോനെ? നീ അത്രയും വലിയ ധൈര്യമുള്ളവനാണെന്ന് പറയുമല്ലോ. ഇവിടത്തെ പള്ളിപ്പറമ്പിൽ ഏതെങ്കിലും ഒരു ഖബർ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാരത്ത് പോയിട്ട് നിനക്കും ഇറങ്ങാൻ കഴിയുമോ? ആ ഖബറിനകത്തും ഇറങ്ങടാ, അതിന്റെ ധൈര്യം കാണട്ടെ. അതിനകത്ത് ഇറങ്ങി ഒന്ന് കടക്കാൻ പറ്റുമോ? ഒറ്റയ്ക്ക് 10 മണി സമയത്ത് പകലാണല്ലോ, ആ സമയത്ത് പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഒരു ഖബറിനകത്ത് ഇറങ്ങിയിട്ട് ഒന്നിരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? പേടിക്കുമടാ നിന്റെ ഹൃദയം, നിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. നീ പേടിച്ചു പോകുമടാ ചെറുപ്പക്കാരാ. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമിൽ ഒരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. പേടിയാടാ നിനക്ക്, നിനക്ക് പേടിയാടാ ചെറുപ്പക്കാരാ. ഇവിടെ ഇരിക്കുന്ന 50ഉം 60ഉം വയസ്സുള്ള വാപ്പയോട് ഞാൻ ചോദിക്കുകയാ, ധൈര്യമുണ്ടെങ്കിൽ നാളെ ആരുമില്ലാത്ത സമയത്ത് ആ പള്ളിപ്പറമ്പിലെ ഏതെങ്കിലും ഒരു ഖബറിന്റെ ചാരത്ത് പോയിട്ട് നിനക്കൊന്ന് ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു കാറ്റടിച്ചാ നിന്റെ കൈകാലുകൾ വിറയ്ക്കുമല്ലോ. അച്ഛനെ എന്തുകൊണ്ടെന്നറിയുമോ? അവിടെ ഒരുപാട് പേര് കിടപ്പുണ്ട്. ഈ നാടിനെ വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാർ, ഒരുപാട് കൊലകൊമ്പന്മാർ. ഞാനാണ് വലുതെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ നടന്ന പലരും അവിടെ കിടക്കുന്നുണ്ടടാ. നിന്റെ കള്ളുകുടി മാറുമടാ, നിന്റെ ധിക്കാരം മാറുമടാ, നിന്റെ അഹങ്കാരം മാറുകയാ, നിന്റെ സർവഭാഷികളും മാറുകയാ.
പടച്ചവനെ പള്ളിപ്പറമ്പിൽ നിന്ന് നിറകണ്ണുകളോടെ വീർത്തൊലിച്ചുകൊണ്ടല്ലാതെ നിനക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. അല്ലാഹുവേ, ഇത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ മുന്നിൽ ഖബറെന്ന് പറഞ്ഞു കഴിഞ്ഞാ കരയുകയാണ്. ഖബറെന്ന് പറഞ്ഞാ കരയുകയാണ്. കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒഴുകുകയാണ്. എല്ലാവരും ചോദിച്ചു, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. നരകത്തിന്റെ തീയെക്കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ അദാബിനെ കുറിച്ച് പറയുമ്പോ, സറയെ കുറിച്ച് പറയുമ്പോ, മീസാനിനെ കുറിച്ച് പറയുമ്പോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ, മരണത്തെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഖബറെന്ന് പറയുമ്പോ കരയുന്നല്ലോ? കാരണം എന്താണെന്ന് ഉസ്മാൻ തങ്ങളോട് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? നിനക്ക് ഖബറെന്താണെന്ന് അറിയണമെങ്കിലോ നീ പള്ളിപ്പറമ്പിൽ പോകണ്ട. ആരും പള്ളിപ്പറമ്പിൽ പോകണ്ട. നാളെ 10 മണിയാകുമ്പോ നിന്റെ വീടിന്റെ അകത്ത് ആരുമില്ലാത്ത സമയത്ത്, നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരാളുമില്ല, എല്ലാവരും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിന്റെ വീടിന്റെ പകല് നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് വാതിലെല്ലാം അടച്ചിട്ട്, ഫാനടച്ചിട്ട്, ലൈറ്റിടാതെ ജനലുകൾ അടച്ചിട്ട്, മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഒറ്റയ്ക്ക് നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്തിരിക്കാ ധൈര്യമുണ്ടോടാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, പള്ളിപ്പറമ്പിലെ ഖബറ് പോകട്ടെ, നിന്റെ വീടിന്റെ അകത്ത് ലക്ഷങ്ങൾ കൊടുത്ത് നീ പണിത് വെച്ചിരിക്കുന്ന വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഫാനിടാതെ വാതിലടച്ചിട്ട് ഒരു 10 മിനിറ്റ് നിനക്ക് പേടിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പേടിയാ മോനെ. പിന്നെ എങ്ങനെയാടാ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് പോയി കിടക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? ഖബറിനെ എനിക്ക് പേടിയാ, ഖബർ കാണുന്നത് എനിക്ക് പേടിയാ. കാരണം എന്തെന്നറിയോ? ഉസ്മാൻ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഈ ദുനിയാവിൽ ഏകനായിട്ട് പോയി കിടക്കണ്ട, ഏകാന്തനായിട്ട് പോയി കിടക്കണ്ട, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഖബറാണ് സഹാബാ. പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ, നിനക്ക് സീരിയൽ കാണുമ്പോ കരച്ചല് വരുമല്ലോ. പക്ഷേ ഖബർ നീ കണ്ടിട്ടില്ലല്ലോ, നീ പള്ളിപ്പറമ്പില് പോകാറില്ലല്ലോ. നീ പേടിക്കേണ്ട പെങ്ങള്, നിനക്ക് നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരോ. നിന്റെ സീരിയൽ കാണുന്ന ഭ്രാന്ത് മാറണോ? സീരിയൽ കണ്ടിട്ട് കരയുന്ന സ്വഭാവം മാറണോ? നന്നാകണോ? നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നീ മരണ വീട്ടിലേക്ക് കടന്നു തന്നിട്ട് അവരോട് ചോദിക്കണം, എവിടെയാ മയ്യത്ത് കുളിപ്പിക്കുന്നത്, എപ്പോഴാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? പടച്ചറപ്പേ, മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് നീയൊന്ന് പോകുമോളെ. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോകങ്ങളെ. നിന്നെ പോലെ വികാര വിചാരമുള്ള ആഗ്രഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള മോഹങ്ങളുള്ള നിന്നെ പോലെ പച്ചയിറച്ചിയുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണ് ഇങ്ങനെ കിടക്കുകയാ. പാവ കിടക്കുന്നത് പോലെ, പാവ കിടക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാലും അതുപോലെ കിടക്കുകയാ. കിടപ്പ് കണ്ട പേടിക്കും പെങ്ങളെ, നന്നാകും പെങ്ങളെ. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞ അബൂദറേ, പള്ളിപ്പറമ്പിൽ പോകൂ, മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോകൂ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിഭാഗമാരാ അവരല്ലാഹുവിനെ പേടിയുള്ളവരാ അവരല്ലാഹുവിനെ പേടിയുള്ളവരാ അവരോട് നരകം പറയുമ്പോ അവരോട് ഖബർ പറയുമ്പോ അവരോട് പരലോകം പറയുമ്പോ അവരോട് സിറാത്തിനെ കുറിച്ച് പറയുമ്പോ അവരോട് മീസാനിനെ കുറിച്ച് പറയുമ്പോ അവരുടെ കൈകാലുകൾ വിറയ്ക്കുകയാ അവരുടെ കണ്ണ് നിറയുകയാ അതുകൊണ്ട് ആ ഗുണമാണ് നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ട പെങ്ങള് അല്ലാഹു ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ അല്ലാഹു ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ ആ പേടി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വന്നു കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിനക്കറിയുമല്ലോ യൂസുഫ് നബിയുടെയും സുലൈഖാ ബീവിയുടെയും ചരിത്രം കേൾക്കാൻ പെങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് നിനക്ക് സുലൈഖ ആരെന്നറിയോ സുലൈഖാ ബീവിയുടെ ചരിത്രം നിനക്കറിയുമോ സുലൈഖാ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രണയിച്ചത് മാത്രമല്ലേ നിനക്കറിയോ എന്നാൽ അതിനൊരു പിന്നാമ്പുറ കഥയുണ്ട് പെങ്ങള് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി ഉണ്ടല്ലോ തന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് വിളിച്ചു കയറ്റുകയാ എല്ലാ പെണ്ണുങ്ങൾക്കും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും സുലൈഖാ ബീവിയുടെയും ചരിത്രം കേൾക്കാൻ വലിയ ഇഷ്ടമാ അത് ലവ് സ്റ്റോറിയാണെന്ന് പറയുന്നവരുണ്ട് എങ്കിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് വിളിച്ചു കയറ്റി ചരിത്രമുള്ളതാണ് അവിടെ നിന്ന് വിളിച്ചു കയറ്റിയിട്ട് കൊട്ടാരത്തിന്റെ വാതിലടച്ചു മണിയറയുടെ വാതിലടച്ചിട്ട് സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു യൂസുഫേ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ എനിക്ക് നിന്നോട് വല്ലാത്ത ഒരു പ്രണയമാ അതുകൊണ്ട് എന്റെ ആഗ്രഹം നീ സാധിച്ചു തരണം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് സുലൈഖ എന്ന രാജകുമാരി യാചിക്കുകയാണ് എന്റെ മോഹമെന്ന് സാധിച്ചതാ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു ഖാല മആദല്ലാഹ് അല്ലാഹുവിനെ എനിക്ക് വല്ലാത്ത ഭയമാ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു സുലൈഖ നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല നമുക്ക് ചരിത്രമറിയാം യൂസുഫ് നബി ഇറങ്ങി ഓടി സുലൈഖ പുറകെ ഓടി യൂസുഫ് നബിയുടെ വസ്ത്രത്തിൽ കയറി പിടിച്ചു വലിച്ചു കയറി ചരിത്രം നമുക്കറിയാം എങ്കിൽ അതിനൊരു പിന്നാമ്പുറ ചരിത്രമുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവസാനം കൊട്ടാരത്തിന്റെ ജയിലറയിലേക്ക് പിടിച്ചടക്കപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞു അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു സുലൈഖാ ബീവിയെ യൂസുഫ് നബി തന്നെ വിവാഹം കഴിച്ചു വിവാഹമെല്ലാം കഴിഞ്ഞു മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കുന്നില്ല യൂസുഫ് നബിയോട് ഒരു ഭാര്യ പെരുമാറേണ്ടതുപോലെ ആ കിടപ്പറയിൽ സഹകരിക്കുന്നില്ല വലിയ പരിഗണന കൊടുക്കുന്നില്ല യൂസുഫ് നബി അലൈഹിസ്സലാം അത്ഭുതത്തോടെ സുലൈഖയോട് ചോദിച്ചു സുലൈഖ അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളാ സുലൈഖ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിനക്ക് ഹലാലാക്കി തന്നു നീ ഇന്ന് എന്റെ ഭാര്യയാണ് എന്തുകൊണ്ട് നീ എന്നോട് സഹകരിക്കുന്നില്ല എന്തുകൊണ്ട് നീ എന്നോട് സഹകരിക്കുന്നില്ല സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്റെ പെണ്ണുങ്ങൾ പഠിക്കണം എന്റെ സഹോദരിമാര് പഠിക്കണം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു അന്ന് നിന്നെ ഞാൻ കേറി പിടിച്ചത് അതിനുള്ള കാരണം അന്ന് എന്റെ ഹൃദയം നിറയെ നീയായിരുന്നു എനിക്ക് നീ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രണയമായിരുന്നു എനിക്ക് നിന്നോട് ആർത്തിയായിരുന്നു മോഹമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നെ കേറി പിടിച്ചത് പക്ഷെ ഇന്ന് നിന്നെ അല്ലാഹു എനിക്ക് ഹലാലാക്കി തന്നിട്ടും ഞാൻ സഹകരിക്കാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് നീയല്ല ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് യൂസുഫേ നീയല്ല നിന്നോടുള്ള പ്രണയമല്ല ഇന്നെന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്റെ റബ്ബ ആ റബ്ബിനോടാണ് എനിക്ക് ഭയം ആ റബ്ബിനോടാണ് എനിക്ക് പ്രണയം അതുകൊണ്ടാണ് എനിക്ക് സഹകരിക്കാൻ കഴിയാത്തത് എന്ന് സുലൈഖാ ബീവി റളിയല്ലാഹു തആല അൻഹ പോലും പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹ് കേറണം പെങ്ങളെ അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എവിടെയെന്നറിയോ
സ്വഹാബത്തൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹ് എവിടെയായിരിക്കുന്നേ? നിങ്ങൾ അറിയണം അല്ലാഹ് എവിടെയായിരിക്കുന്നേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഇരിക്കുന്നത് അർശില. സഹാബത്ത് ചോദിച്ചു, ഐന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നത് എവിടെയാ? അല്ലാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് എവിടെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിന്റെ അർശ് ഇരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, നീ സീരിയൽ കണ്ടിട്ട് കരയും, നീ സിനിമ കണ്ടിട്ട് കരയും. അതുകൊണ്ട് നിന്റെ ഈ ദുസ്വഭാവം മാറണമെങ്കിൽ നീ മരിച്ച വീട്ടിൽ പോയിട്ടും മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി നില്ല്, നിന്റെ ഈ ദുസ്വഭാവം മാറും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആ വിശിഷ്ട അതിഥികളെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ അടയാളം, അവർക്ക് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ പേടിയാ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ പിടയ്ക്കും, അവർ പേടിച്ചു പോകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെയും ഹൃദയം പിടയ്ക്കാറില്ല, നമുക്കങ്ങനെ തോന്നാറുമില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പാപം ചെയ്യുന്ന സമയത്തെങ്കിലും അള്ളാഹിനെ കുറിച്ച് ഓർക്ക്. ഒരു പാപം ചെയ്യുന്ന സമയത്തെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചൊന്ന് ഓർക്ക്. മരണം കാണുമ്പോഴെങ്കിലും ഒരാള് പ്രായമുള്ളവരാകട്ടെ, ഇല്ലാത്തവരാകട്ടെ, രോഗമുള്ളവരാകട്ടെ, രോഗമില്ലാത്തവരാകട്ടെ, ഒരാളുടെ മയ്യത്ത് കാണുമ്പോഴെങ്കിലും നീ ഒന്ന് മരണത്തെ കുറിച്ച് ഓർക്ക്. പള്ളിപ്പറമ്പിലെ ഖബർ കാണുമ്പോ അള്ളാഹുവേ, നീയും പോയി കിടക്കേണ്ടവരാണെന്നുള്ള ഒരു ഭയം നിനക്ക് കടന്നു വരട്ടെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും. അവരുടെ മുന്നിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ റബ്ബേ, അവരുടെ ഹൃദയങ്ങളെ പിടയ്ക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ അവർ പേടിക്കുകയാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുമ്പോ അവർ പടച്ചറപ്പിലേക്ക് പടച്ചവനെ പശ്ചാത്തപിച്ച് മടങ്ങുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് രണ്ടാമതായി പറയുകയാ, വസ്സാബിരീന അലാ മാ അസ്വാബഹും. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന രണ്ടാമത്തെ ഗുണം എന്തെന്നറിയുമോ? അവർക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, രോഗങ്ങളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, കടങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, മരണങ്ങളാകട്ടെ, അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവര് കുറ്റം പറയാറില്ല, അവര് പരാതി പറയാറില്ല, അവര് ക്ഷമിക്കുന്നവരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ മനുഷ്യരാരെന്നറിയുമോ? അവനുണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അവന് ക്യാൻസർ വന്നാലും പരാതിയില്ല, ട്യൂമർ വന്നാലും പരാതിയില്ല, കച്ചവടം തകർന്നാലും പരാതിയില്ല, ലക്ഷങ്ങളുടെ കടം വന്നാലും പരാതിയില്ല, പടച്ചവനെ 10 വർഷമായിട്ടും മക്കളില്ലെങ്കിലും പരാതിയില്ല, പടച്ചവനെ കയറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിലും അവര് പരാതിയില്ല. അല്ലാഹു അവന് എന്ത് പരീക്ഷണം കൊടുത്താൽ അവന് പരാതി പറയൂല. അവന് ക്ഷമിക്കുന്നവനാ, അവന് ക്ഷമിക്കുന്നവനാ. അല്ലാഹു ആദരിച്ച, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ ആ രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുന്നു, ക്ഷമിക്കുന്നവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു തരാം, ദുഃഖമില്ലാത്ത ആരുമില്ല, ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരുമില്ല, പട്ടിണി കിടക്കാത്ത ആരുമില്ല, രോഗങ്ങളില്ലാത്തവൾ വളരെ കുറവാണല്ലോ, ജീവിതത്തിൽ പ്രയാസമില്ലാത്തവരാളുമില്ല. എല്ലാവരും പറയും, ഉസ്താദേ വല്ലാത്ത പ്രയാസമാണ്, ഇതെന്തൊരു ജീവിതമാണ്. ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഖുർആൻ ഓതുന്നവനായിരുന്നല്ലോ,
കൊടുക്കുന്നവനായിരുന്നല്ലോ, ഞാൻ സദഖ കൊടുക്കുന്നവനായിരുന്നല്ലോ, എന്നിട്ടും അല്ലാഹു എനിക്കിങ്ങനെ തന്നല്ലോ. ഒരിക്കലും പറയല്ലോ, നിങ്ങൾ ഒരിക്കലും പറയല്ലോ. പലരും പറയും ഉസ്താദേ അല്ലാഹുവിന് എന്നോട് വല്ലാത്ത വെറുപ്പാട്, അല്ലാഹുവിന് എന്നോട് വല്ലാത്ത ദേഷ്യമാണ്, അതുകൊണ്ടല്ലേ റബ്ബ് എനിക്ക് ക്യാൻസർ തന്നത്, അതുകൊണ്ടല്ലേ അല്ലാഹു എനിക്ക് മക്കളെ തരാത്തത്, അല്ലാഹു എനിക്ക് വീട് തരാത്തത്, എനിക്ക് സമാധാനം തരാത്തത്. ഒരിക്കലും പറയല്ല മുസ്ലിമേ, ഒരിക്കലും പറയല്ല മുസ്ലിമേ. ഒരിക്കലും അല്ലാഹുവിന് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. രണ്ടാമത്തെ അടയാളം, അവർക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവർ ക്ഷമിക്കും, നാട്ടുകാരോട് പറഞ്ഞു കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കില്ല.